നമസ്കാരം. നമസ്കാരം. വിന്ദർഹവന്റെ ഒരു പുതിയ ന്യൂസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്ന അതിഥി എന്ന് പറഞ്ഞാൽ വാമനപുരം പഞ്ചായത്ത് മെമ്പർ താളിക്കുടി ചന്ദ്രൻ അവർകളാണ്. അങ്ങോടൊപ്പം ഇന്ന് നമ്മൾ സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഇന്നലെ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അങ്ങേക്ക് അതിനെക്കുറിച്ച് ഇന്ന് യുവാക്കളിലും കുട്ടികളിലുമുള്ള മദ്യാസക്തിയും അക്രമവാസനയൊക്കെ നേരിൽ കണ്ടും കേട്ടും അറിവുള്ളതാണല്ലോ. ഇന്നലെ രണ്ട് സഹോദരിമാർ, എനിക്കുമായിട്ട് പരിചയമുള്ള രണ്ട് സഹോദരിമാരാണ്. അവരുടെ രണ്ട് മക്കൾ, ആ മക്കൾ തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കുന്നതൊക്കെ, തൊട്ടടുത്താണ് താമസം. കുട്ടി ആക്രമിക്കും. ഈ കുട്ടി സ്കൂളിൽ വെച്ചിട്ട് അവരോട് ആക്രമണ സ്വഭാവം കാണിച്ചു, ക്ലാസ്സിൽ വെച്ചിട്ട് അടിച്ചു. ഓഫീസിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഓഫീസിൽ വെച്ചൊക്കെ ദേഹോദരിച്ചു. ഇതിൽ അവർ വളരെ സങ്കടത്തിലായി. അവർ ഈ ആർക്ക് എങ്ങനെ പോലീസിൽ കേസ് കൊടുക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടി എന്നെ സമീപിച്ചു. അപ്പം ഞാൻ പരാതിയുടെ രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഈ പരാതി എഴുതുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, നമ്മൾ പണ്ട് ഒന്നും അല്ലെങ്കിൽ ഒരു പാരലൽ സ്ഥാപനം നടത്തിയിരുന്ന ഒരാളൊക്കെ, ഒരു അധ്യാപനം എന്നുള്ള നിലയ്ക്കും. അപ്പോൾ എനിക്ക് വളരെ വലിയ സങ്കടം തോന്നി. ഏത് പയ്യനായിക്കോട്ടെ, ഏത് കുട്ടിയായിക്കോട്ടെ, അപ്പം നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ക്രിമിനലായിരിക്കും ആ കുട്ടി, ക്രിമിനലായിട്ട് പഠിച്ച് വരുമായിരിക്കും, രക്ഷകർത്താക്കൾ അതിനുള്ള വളം വെച്ച് കൊടുക്കുകയായിരിക്കും, ഒക്കെ ചെയ്യും. പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. വിഷമത്തോടുകൂടി ഞാൻ അവർക്ക് പരാതി എഴുതി കൊടുത്തു, സഹായിച്ചു. പോലീസിലേക്ക് പരാതി കൊടുത്തു. പാലോട് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വൈകിട്ട് കേസുമായിട്ട് വന്നു. ഇവർക്ക് വേണ്ടി ഞാൻ കൂടി പോയി നമ്മൾ കാര്യം ഈ പയ്യനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഈ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പരാതി കൊടുത്തു. ആ പ്രതിയായിട്ടുള്ള പയ്യൻ്റെ അവരുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പയ്യനും പയ്യൻ്റെ അച്ഛനും കൂടി അവിടെ വന്നു. അവർ ഇതുപോലെ സംസാരിച്ചപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു, ഇവരെ ഈ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ജുവനൈൽ ഹോമിലേക്ക് അയക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച വന്നു. അപ്പോൾ എന്നിട്ട് കുട്ടികൾ, കാരണം ഇവർ നിരന്തര പ്രശ്നങ്ങളാണ്, ഈ രണ്ട് പയ്യന്മാരെയും ഈ ഒരു പയ്യൻ ആക്രമിക്കുന്നു എന്നുള്ളതാണ് പറയാൻ. അപ്പോൾ ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിനുള്ളിലുള്ളത് എങ്ങനെ മാപ്പ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഈ കുട്ടി. പക്ഷേ സംസാരിച്ചു വന്നപ്പോൾ രക്ഷകർത്താവിൻ്റെ ഈ പയ്യൻ, ആക്രമിച്ച പയ്യൻ്റെ രക്ഷകർത്താവ് വന്നപ്പോൾ ഇച്ചിരി ഒരു വില്ല ലുക്കിലാണ് വന്നത്. അതായത് സ്പീഡ് കൂടുതലായിരുന്നു. അപ്പോൾ സ്പീഡ് കൂടുതലുള്ള ആളുകളൊക്കെ നമ്മൾ കുഴപ്പക്കാരായിട്ടാണ് സമൂഹം ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. സ്പീഡ് കൂടുതൽ അവരുടെ നേച്ചറായിരിക്കാം, അവരുടെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ നേച്ചർ അങ്ങനെയായിരിക്കാം. കിരിക്കാടൻ ജോസിനെ പോലെ കിരിക്കാടൻ ജോസ് ബോഡി ലാംഗ്വേജിൽ വില്ലല്ല, പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പറാവാൻ യോഗ്യത സത്യത്തെ അറിയില്ല, അല്ലേ, ഒരു ജനപ്രതിനിധിയാണ്. കാരണം അത്ര ഇപ്പം അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എങ്കിലും ഞാൻ ഓർത്തു പോകാം. അപ്പോൾ അങ്ങനെ ഒരു ഇവർക്കെതിരെ ജുവനൈൽ ഹോമിലേക്ക് അയക്കാൻ വേണ്ടി ഉള്ള തീരുമാനത്തിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് എനിക്ക് വലിയ വിഷമമായി. അവർ സ്കൂളിലേക്ക് വിളിച്ച് ചോദിച്ചു. അപ്പോൾ പ്രിൻസിപ്പൾ നടന്ന കാര്യം പറഞ്ഞു, അധ്യാപകരോട് വിളിച്ച് ചോദിച്ചു, അവിടെ നടന്ന കാര്യം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഈ പയ്യനെതിരെ നല്ല തെളിവുകളുണ്ട്, CCTV ദൃശ്യങ്ങളൊക്കെ തെളിവുകളുണ്ട്. പക്ഷേ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പയ്യനെ ജുവനൈൽ ഹോമിലേക്ക് അയക്കണോ മാപ്പ് കൊടുക്കണോ എന്നുള്ള രണ്ട് തീരുമാനം വന്നപ്പോൾ സർക്കിള് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു, അവരോട് പറഞ്ഞു, പ്രതിയായിട്ടുള്ള ചെറുക്കൻ്റെ പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ ആ പുറത്ത് നിൽക്കുന്ന ആ വൈറ്റ് ആൻഡ് വൈറ്റ് ഇദ്ദേഹത്തോട് നമ്മളൊരു പൊതുപ്രവർത്തനം കൂടെയാണല്ലോ പറഞ്ഞു, അദ്ദേഹമായിട്ട് സംസാരിക്കുക. പുള്ളി കോംപ്രമൈസ് ചെയ്ത്, പുള്ളിയുടെ സൗകര്യങ്ങളാണല്ലോ ഇവർ, ഈ എൻ്റെ അടുത്തല്ലേ ഇവർ ഓടി വന്നത്. അപ്പോൾ അവർ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്ത് കൂടെ തീർക്കാം. പക്ഷേ ആ അടിച്ച പയ്യൻ്റെ രക്ഷകർത്താവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ കൂടെ ഒരാൾക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും സംസാരിക്കാൻ വന്നോളൂ. അപ്പം നമ്മൾ ശരിക്കും വന്നിട്ട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ പുള്ളിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. മകനെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ, മകനെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ മോശ സ്ഥലമാണ്. ആ ഒരു സ്ഥാപനത്തെക്കുറിച്ചല്ല പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ 2-3 തവണ കുട്ടികൾ കയറി ഇറങ്ങിയാൽ ഇത്രയേ ഉള്ളൂ പോലീസ് സ്റ്റേഷനിൽ ബോധ്യമാവും. ആ കുട്ടി പിന്നെ ക്രിമിനലിസത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഒരു മോശം സ്ഥലമാണ്, അങ്ങനെ പൊയ്ക്കൂടാ. നമ്മൾ പൊതുപ്രവർത്തകർ പോകുന്നത് നമ്മൾ വാദികളുടെ കൂടെ പോകും, പ്രതികളുടെ കൂടെ പോകും, റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്, അവരെക്കുറിച്ചുള്ള നിസ്സഹായതയൊക്കെ പറയാൻ പോകുന്നത്, അതിൽ തർക്കം പരിഹരിക്കാൻ പോകും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. പക്ഷേ ഇന്നലെ സംഭവിച്ചത്, ഒരു നിമിഷം കൊണ്ട് വേണമെങ്കിൽ ഒരു കുട്ടിയെ ജുവനൈൽ ഹോമിലേക്ക് നമുക്ക് അയക്കാൻ പറ്റും. പക്ഷേ അവിടെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് മാപ്പ് കൊടുക്കാണ്. മെമ്പർ എന്ത് പറയുന്നു, അതല്ലേ ശരി. ആ രക്ഷകർത്താവിനോട് സംസാരിച്ചു, പയ്യനെ അവിടെ നിന്ന് ആ സ്കൂളിൽ നിന്ന് മാറ്റിക്കൊള്ളാം,
അവനെ നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും ബോർഡിങ്ങിലേക്ക് ആക്കി നല്ല വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ ആ രക്ഷാകർത്താവ് പറഞ്ഞു. ആ രക്ഷാകർത്താവ് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ സന്തോഷം. കാരണം ആ കുട്ടിയെ, എന്നിട്ട് അവനോട് പറഞ്ഞത്, ആ കുട്ടിയെയും രക്ഷാകർത്താവ് നിർത്തി ഞാൻ ഇത് പറഞ്ഞോളൂ, ഇതുപോലൊരു സ്റ്റേഷൻ ഇപ്പം നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ അറിയാം, ഇതുപോലൊരു പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിട്ട് യൂണിഫോം ഇട്ട് ഈ വന്ന് അടിച്ച പയ്യന് നല്ല പൊക്കോണം, ഉണക്ക നല്ല പയ്യന, ഇത്തിരി കൂടെയൊക്കെ ആവുമ്പോൾ നീ പഠിച്ച് മിടുക്കനെ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് വരേണ്ട സ്ഥാപനമാണ്. ആണോ? ഏതെങ്കിലും സ്ഥാപനം ആർക്കെങ്കിലും പ്രത്യേകിച്ച് കുടുംബ സ്വത്തായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ പറഞ്ഞ പയ്യന് നാളെ സബ് ഇൻസ്പെക്ടറായിട്ട് വന്നേ. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്ത ഉപദേശം, ഈ പയ്യനെ വിളിച്ചിട്ട് ശാസിച്ച് നിന്നെ അടിച്ചുകളായി കൊന്നുകളെന്നല്ല പറഞ്ഞത്. നാളെ ഈ സ്ഥാപനത്തിൽ സബ് ഇൻസ്പെക്ടറായി വരാൻ യോഗ്യതയുള്ള നിങ്ങൾ പ്രതിയായി ഇനി മേലിൽ പോലീസ് സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞു. നമ്മൾ വെറുതെ പോയാലും ചിലപ്പോൾ പ്രതി ആയിരിക്കാം, അതേ സ്ഥാനത്ത് പ്രതി ആയിട്ട് എന്താ പറയുക ആരോപണം ഉന്നയിച്ചേക്കാം, പക്ഷെ നമ്മൾ തെളിയിക്കും പ്രതിയല്ല. പക്ഷെ ഈ പയ്യനോട് ഇത് പറഞ്ഞപ്പോൾ പയ്യൻ പറഞ്ഞു, മാപ്പോടും ഇനി മേലിൽ അങ്ങനെയൊന്നും ചെയ്യില്ല, നന്നായിട്ട് പഠിച്ചോളാം. ഒടുവിൽ ഞാൻ അകത്ത് കയറി. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം നല്ല പോലീസുകാരുണ്ട് കേട്ടോ, നല്ല ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. കേരളത്തിലെ പൊതുവെ പോലീസ് സംവിധാനത്തിനെ കുറിച്ച് ഇപ്പോൾ ഈ ഇടക്കാലങ്ങളിലായിട്ട് കുറച്ച് മോശം പേരുകളൊക്കെ ഉണ്ടെങ്കിലും നല്ല ഒരു അഭിപ്രായം ഉണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ ചർച്ച നടത്തി, കുഴപ്പമില്ല, ആ പയ്യൻ നാളെ ഇതേ സ്ഥാപനത്തിൽ നല്ല ഒരു ഉദ്യോഗസ്ഥനായി വരേണ്ട പയ്യനാണ്. ഇപ്പം നമ്മൾ അവന് മാപ്പ് കൊടുത്താൽ അവൻ നല്ല പയ്യനായി നല്ലൊരു ഉദ്യോഗസ്ഥനായി തിരികെ വരും. അതേസമയം നമ്മൾ അവനെ ഇപ്പം ശിക്ഷിച്ചാൽ അവൻ നാളെ കേരളം അറിയപ്പെടുന്ന, നമ്മുടെ നാടറിയപ്പെടുന്ന ഒരു ഗുണ്ടയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന, നമ്മൾ എന്താ പറയുക ഫോം ചെയ്തെടുക്കുന്ന നമ്മുടെ യുവത്വം അല്ലെങ്കിൽ കുട്ടികൾ, അവർക്ക് പറ്റുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് തിരുത്തി കൊടുത്തിട്ട് അവരെന്ത് ചെയ്യണം, നേർവരയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ആ വര നേർവരയാണെന്നുണ്ടെങ്കിൽ അവർ നേരെ ആ വരയിലൂടെ അങ്ങ് പോയിക്കോളും. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ ഒരു തീരുമാനം ഇന്നലെ എടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിഞ്ഞു. അതിലൊരു വലിയ സന്തോഷത്തിലും ചാരിതാർത്ഥ്യത്തിലാണ്. മെമ്പർക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമുക്കിതിപ്പോൾ ഈ പറഞ്ഞ ഇത് സാധാരണ മിക്കവാറും നടക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് ബിഹേവിയർ അത് മസ്റ്റായി. നമ്മൾ ഈ പിന്നെ പുസ്തകം പാഠ്യപദ്ധതി പഠിപ്പിക്കുന്നതിന് ഉപരി ഒരു കുട്ടിയെ അഡ്മിഷൻ ചേർക്കുമ്പോൾ തന്നെ അവനൊരു പ്രിൻസിപ്പൾ അതിനോട് അതോറിറ്റിയോട് നിയമിച്ച് അവരുടെ ബിഹേവിയർ ഒന്ന് കൗൺസിൽ നന്നായി. അതിനകത്ത് വേറെ സംഭവമില്ല. ആ കൗൺസിലർ പോയി ഇവൻ്റെ അച്ഛനെ ഇവൻ്റെ അമ്മയെ ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മുടെ കർഷകനായിരിക്കും, ചിലപ്പോൾ പ്രവാസിയായിരിക്കും, അല്ലെങ്കിൽ ഡോക്ടറായിരിക്കും, ചിലപ്പോൾ വക്കീലായിരിക്കും. ആ പശ്ചാത്തലത്തിൽ വളർന്ന കുട്ടിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം ഉണ്ടാവും. അതിന് ഈ സ്കൂളിൽ ഇങ്ങനെ അഡ്മിഷൻ ചെയ്യുമ്പോൾ കൗൺസിൽ ചെയ്യുമ്പോൾ അവൻ ആ ലൊക്കേഷൻ ഇതനുസരിച്ച് പോവുകയാണെങ്കിൽ ഒരുപാട് മാറ്റം. ഒരു ഹെഡ് ഓർക്കേസിൻ്റെ മകൻ, ഞാൻ കുറ്റമില്ല, ഹെഡ് ഓർക്കേസിൻ്റെ മകൻ പിന്നെ പഠിക്കാൻ പറ്റുമ്പോൾ അവൻ്റെ മകൻ ആ ഹെഡ് ഓർക്കേസിൻ്റെ മകൻ്റെ പിതാവിന് താല്പര്യം മകൻ മറ്റൊരു ആവുന്നതായിരിക്കും. പക്ഷേ അവൻ്റെ വീട്ടിലെ സംസ്കാരം ആ കുട്ടി ചിലപ്പോൾ സ്കൂളിൽ അത് പലരിക്കും വഴിയായിരിക്കും. അതിന് സ്കൂൾ ഒരു നിർണ്ണയം, ഒരു സ്റ്റുണ്ട് പറയുന്നത്. ഈ വിദ്യാർത്ഥിയെ നമ്മൾ അതുപോലെ തന്നെ അതൊരു കൗൺസിൽ വന്ന കുട്ടിയെ ഇതാക്കുന്ന വളരെ ഇതാണ്, വളരെ എല്ലാ ഇതും അറിയാവുന്ന. അതാണ് ഇന്നലെ ഞാൻ ഈ കുട്ടിക്ക് നാളെ ഉദ്യോഗസ്ഥനാവണ്ടേ എന്ന് ചോദിച്ചപ്പോൾ രക്ഷാകർത്താവ് ബന്ധപ്പെട്ടു. രക്ഷാകർത്താവ് വിചാരിച്ച അങ്ങനെ ആവാൻ കഴിയുമെന്ന്. അതായത് ഇവനെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ വിടണമെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് അവന് ഉദ്യോഗസ്ഥനാകാൻ കഴിയും എന്ന് ഒരു ഹിന്റ്, ഒരു ക്ലൂ ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പം അതിൽ അവർക്ക് വലിയ സന്തോഷമായി. മകനെ പറഞ്ഞ് മകനെ കൂടെ നിർത്തി നിൽക്കുക തന്നെ. അവനെ പ്രതിയായിട്ടൊന്നും അല്ല കേട്ടോ ഞങ്ങൾ കണ്ടത്. ഞാൻ കണ്ടത് അങ്ങനെയാണ്. നമുക്ക് ആരെ വേണമെങ്കിലും പെട്ടെന്ന് ക്രൂശിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ കറക്റ്റ് എന്താ ഒരു ദൈവികമായാണ് ഞാൻ ചിന്തിച്ചത്. ദൈവം എന്നുള്ള ഒരാൾ മുകളിലുണ്ട്. നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഭൂമിയിൽ കറക്റ്റ് ഇവിടെ നിന്ന് വാങ്ങിച്ച് പിഴപ്പലിശയും കൂടെ മേടിച്ചിട്ട് പോകും. അത് സംശയമില്ല. ഇപ്പോൾ എത്ര പേര് നമ്മൾ ചിലരെ കണ്ട് അസൂയപ്പെടും. ഇവൻ എന്താണ് ഇത്ര നന്നായിട്ട് ഇപ്പോൾ ജീവിതം ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നത്, നമുക്കാർക്കും ഇല്ലല്ലോ ഈ സന്തോഷം എന്ന് തോന്നും. നമ്മൾ അങ്ങനെ ബഹുമാനരെ എന്നെ കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ, ഈ ഒരാളുടെ ജീവിതത്തിലെ സന്തോഷവും അയാൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ ആ ദൈവാധീനം കൊണ്ടാണ്. ദൈവാധീനം വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രവൃത്തി നന്നാവും. ദൈവത്തിന് നമ്മൾ സത്യസന്ധതയാണ്. ദൈവം നമ്മളെ രാവിലെ മുതൽ രാത്രി വരെ പൊന്നുപോലെ പരിപാലിക്കുന്നതിന് നമ്മൾ തിരിച്ച് ദൈവത്തിന് നന്ദി കൊടുക്കണ്ടേ? അതെ, ദൈവത്തിന് നന്ദി കൊടുക്കുന്നതോടൊപ്പം ദൈവത്തിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ദൈവം പറയും പോലെ നമ്മൾ കുറച്ചെങ്കിലും ഒക്കെ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാം തികഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം തികഞ്ഞവരല്ല. ഈ പറയുന്ന എന്നിലും കുറവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുറവുകൾ ഉണ്ടെങ്കിൽ ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുട്ടികൾക്ക് 2 അക്ഷരം പറഞ്ഞു കൊടുത്ത ഒരു അധ്യാപനം എന്നുള്ള നിലയ്ക്കും
ഇപ്പോൾ പഠിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന നിലയ്ക്കും അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നു എന്നുള്ള നിലയ്ക്കും ഒക്കെ ഞങ്ങൾ ഈ പലരും ചോദിച്ചു എൻ്റെ ജോലി എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയമാണോ തൊഴിൽ? രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമുള്ള പാഷനാണ് കേട്ടോ. രാഷ്ട്രീയം എൻ്റെ പാഷനാണ്. എനിക്ക് വരുമാനത്തിന് മറ്റു സ്രോതസ്സുകളുണ്ട്. ഞാൻ ചെറിയ ബിസിനസ് നടത്തുന്നു, അത് അങ്ങേക്കറിയുള്ളതാണ്. ചെറിയ ബിസിനസ് ഉണ്ട്. അപ്പോൾ ബിസിനസ് നടത്തുന്നതോടൊപ്പം അധ്യാപന ജോലി എങ്ങനെ വിട്ടിട്ടും പോകുന്നില്ല. അപ്പോൾ നമുക്ക് കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു ടോപ്പിക്ക് തന്നെ, ഇന്ന് ഞങ്ങളുടെ ചാനലിൽ വേറൊരു ടോപ്പിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ബുദ്ധി വികാസം വരാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് പഠിച്ച് മിടുക്കരാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് നമ്മുടെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാര്യം ഓരോരുത്തരും കാണണം. അപ്പം അതോടൊപ്പമാണ് ഈ ഒരു കാര്യം പറഞ്ഞത്, കുട്ടികൾക്കും മറ്റുള്ളവർക്കും നമ്മൾ മാപ്പ് കൊടുക്കാൻ കഴിയണം. മാപ്പ് കൊടുക്കുമ്പോൾ ചിലപ്പം അവരെ വലിയ ഉന്നതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. ഈ മാപ്പ് നമ്മൾ ഇന്ന് മാപ്പ് കൊടുക്കുന്ന ആളുടെ മുന്നിൽ നാളെ നമ്മളൊരു അപേക്ഷയുമായി ചെല്ലുന്ന ഒരു പേപ്പറിലല്ലേ നമ്മൾ അപേക്ഷയുമായി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പം നമ്മൾ അവരെയൊക്കെ ബഹുമാനത്തോടെ സ്നേഹത്തോടുകൂടി തന്നെ എല്ലാവരെയും കാണണം. എന്തായാലും വിലപ്പെട്ട അങ്ങയുടെ ഈ ഇന്നത്തെ അൺഎക്സ്പെക്റ്റഡ് ആണല്ലേ അങ്ങനെയുള്ള ഈ വലിയ നിമിഷം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എന്തായാലും കൂടി ചേർന്നതിന് നന്ദി.